അങ്ങനെ ലല്ലുവും സഫയും ഒളിച്ചോടി എന്ന കാര്യം ഊബർ ഡ്രൈവർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവര് തിരൂര് ഒരുമിച്ചാണ് ഇവൻ പറയുന്ന വീഡിയോ കേട്ടോ. തിരൂര് പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് രണ്ട് ദിവസം റൂം എടുത്ത് രണ്ട് റൂം എടുത്ത് റൂമിൽ ഞാനും റൂമിൽ അവർ രണ്ടുപേരും പറഞ്ഞ ആർക്ക് ഇത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഈ ചെക്കൻ പറയുന്നുണ്ട് സഫയിൽ അല്ല ഒരുമിച്ചാണ് തിരൂര് 2 ദിവസം നിന്നത്, നാജി വേറെ റൂമിലായിരുന്നെന്ന്. അപ്പൊ കേസ് എന്തായാലും കള്ളക്കേസ് കൊടുത്തല്ലോ. അപ്പൊ തിരൂര് പോലീസ് അന്വേഷിക്കുക, ഇവരെവിടെ നിന്നെന്ന് അന്വേഷിക്കുക, ഇവരെത്ര ദിവസം നിന്നെന്ന് അന്വേഷിക്കുക, ഹോട്ടൽ റിസപ്ഷൻ ഇതൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തലയിലാവുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല ലല്ലും സഫയും. എന്തായാലും നിങ്ങൾ പെട്ടു, മനസ്സിലായോ? പ്ലക്കാൻ പോകുമ്പോഴത്തേക്കും നിൽക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായോ? ഇനി വേറെ അപ്പൊ ഇതൊന്നും പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എത്ര കാലം മോളെ, എത്ര കാലം ഒരു കുട്ടി ഉണ്ടല്ലോ, എനിക്ക് ഉളുപ്പുണ്ട്. എനിക്ക് പിറ്റേന്ന് ഒന്നിച്ചു പോയപ്പോ അതിന്റെ തലയിൽ തന്നെ ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ നാട്ടിൽ പോയി. എന്നെക്കൊണ്ടാവില്ല ഈ ഇഷ്യൂല് തരാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാ പോകും. രാവിലെ ഞാൻ എടുക്കട്ടോ കാണിച്ചത്. വേണ്ട അവൻ ടിക്കറ്റ് കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് ഇടറി. ബിക്കോസ് അവൻ ഒരുമാതിരി കരയുന്ന സ്റ്റേജിലോട്ട് വന്ന്, മനസ്സിലായോ? കാരണം ലല്ലു അവനെ കുറേ പ്രാവശ്യം വിളിക്കുന്നത്, ലല്ലുവിനെ അവൻ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വന്ന് സത്യം പറഞ്ഞ് ഇവര് വിടും, നീ ഒന്ന് സത്യം പറ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ലല്ലു എത്തുന്നില്ല. ലല്ലു അവനെ ഉപേക്ഷിച്ച് ഓടി, ലല്ലു വേറെ സ്ഥലത്തെത്തി, മനസ്സിലായോ? ഇവന് സങ്കടമാകുന്നുണ്ട്, കാരണം ഇവൻ പിടിക്കപ്പെട്ടല്ലോ. അപ്പൊ ഇവൻ ടിക്കറ്റ് കാണിച്ചു തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവൻ ഈ വിഷയത്തിൽ തലയിടാൻ താല്പര്യമില്ല, അവൻ്റെ വീട്ടുകാർക്ക് അതാണ് ഇതാണെന്നൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ വിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവനോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഈ വീഡിയോ നാജി നീ എനിക്കെതിരെ അല്ലെങ്കിൽ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴെങ്കിലും സംസാരിക്കണം, ഞാൻ ഒരിക്കലും ഈ വീഡിയോ പുറത്തിടൂലെന്ന് ഞാൻ നാജിക്ക് വാക്ക് കൊടുത്തിരുന്നു. പക്ഷെ ആ വാക്കിനായപ്പോൾ തെറ്റിച്ചത് നീ എനിക്കെതിരെ കള്ള കേസിന് കൂട്ടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ഇത് പുറത്ത് വരാണ്ടിരിക്കാൻ കേസ് കൊടുപ്പിച്ചെന്തായാലും അതെനിക്ക് കുഴപ്പമില്ല. ഇതിലെവിടെയെങ്കിലും തല്ലിയ പാടുണ്ടോ കുട്ടാ, എവിടെയെങ്കിലും. ഇനി വേറെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഈ ചങ്ങായി കാണുന്ന എങ്ങനെ അറിയോ? ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും ചങ്ങായി സിഗരറ്റൊക്കെ വലിച്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക, മനസ്സിലായോ? നാജി അത്ര കൂളായിട്ട് ഇരിക്കുന്നത്. നാജിക്ക് സങ്കടം വന്ന എപ്പോഴാന്ന് വെച്ചാൽ ലല്ല് വിളിച്ചിട്ട് എത്തുന്നില്ല, ലല്ല് മുങ്ങി. അപ്പോഴാണ് നാജിക്ക് ഒറിജിനലി സങ്കടം വന്നത്. ഞാൻ പറഞ്ഞു ഇത്ര ഉള്ളൂ അവൻ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഇവൻ ഒരാളെ ഗർഭിണിയാക്കി അത് കൂട്ടാൻ്റെ തലയിലോട്ട് ഇടുന്ന ഐറ്റമാണ് ഇവൻ. ഇവന് വീട്ടുകാരെ പോലും, സ്വന്തം വീട്ടുകാരെ വേണ്ടാത്ത ഒരാളെ ഇത്രയൊക്കെ പ്രതീക്ഷ മതി, മനസ്സിലായ നാജി? എന്നിട്ട് നീ അവന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ തെണ്ടിത്തരം നീ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അല്ല ഇതെന്താ അറിയോ, നീ നാളെ കള് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വിടൂല. അവനോട് പറയുന്നുണ്ട് ഈ വീഡിയോ ഇടൂല മോനേന്ന്, നീ കളവ് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണെന്ന്, മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ? എനിക്ക് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? എനിക്കറിയാം ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം എപ്പോഴേലും എൻ്റെ തലയിൽ വരുമെന്ന്. കാരണം എനിക്കൊരു മനുഷ്യനെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യം റെക്കോർഡ് ചെയ്യും, വീഡിയോ എടുക്കുകയും ചെയ്യും. വേറെ ഒന്ന് കാണിച്ചു തരാം. എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് ആരുടെയല്ലോ? എഗ്രിമെന്റ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഈ ലൈവില് ലല്ലു വരുന്നുണ്ടല്ലോ സഫയുടെ വീട്ടിൽ നിന്ന്, അതിൽ നീ ഉണ്ടല്ലോ, നീ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലൈവ് നടക്കുന്ന ദിവസം നീ അവിടെ ഉണ്ടോ? ലൈവ് ഇട്ടതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ നീ ലൈവ് നടക്കുന്ന ദിവസം നീ ഇല്ല, എഗ്രിമെന്റ് എഴുതിയ ദിവസം നീ ഇല്ല. ഇതിലെവിടെ നിങ്ങൾക്ക് ഇതിലെവിടെയെങ്കിലും ഭീഷണിയുടെ ഇത് തോന്നുന്നുണ്ട്? ഞാൻ ചോദിക്കുമ്പോ തന്നെ അവൻ ഞെട്ടോ. ഞാനാ ഈ ലൈവെന്ന് ഇവര് കള്ളത്തരം പറഞ്ഞ് ഇവർ ലൈവ് എഗ്രിമെന്റ് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, മനസ്സിലായി? ഊബർ എന്നുള്ള എഗ്രിമെന്റ് ഇവർ ഇതുവരെ ചെയ്തിട്ടില്ല. നാജി ഊബർ ഓടിച്ചിട്ടില്ല. അപ്പൊ സഫ ഇത് വ്യക്തമായിട്ട് സത്യം പുറത്തോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ മൂഞ്ചൂന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അടുത്ത കേൾപ്പിക്കുമല്ല. ഇതിന്റെ ഇടയ്ക്ക് അവിടെ പോലീസ് വന്ന്, ഓക്കെ, അവിടെ പോലീസ് വന്നിട്ട് നാജിയുടെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോലീസ് വന്നാൽ ലല്ലുവിനെ ചേർത്തിട്ടല്ല, ലല്ലുവും പോലീസുമാണ് ലാസ്റ്റ് വന്നത്. പോലീസ് ചോദിച്ചു നാജിയോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാജി ഒരു പ്രശ്നം പറഞ്ഞില്ല. നാജിയുടെ നഗ്നമായിട്ടുള്ള വീഡിയോ ഞാനപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നാജിക്ക് പോലീസിനോട് പറയാലോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന്. നാജിയുടെ മേത്ത് മുറിവുണ്ടെങ്കിൽ പോലീസിന് കാണാലോ, അല്ലെങ്കിൽ നാജിക്ക് പറയാലോ എൻ്റെ മേത്ത് മുറിവുണ്ട്, ഇവർ അടിച്ചതാണ്. എന്തുകൊണ്ട് അപ്പോൾ പരാതി വന്നില്ല? എന്തുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് പരാതി വന്ന്? ഇതൊക്കെ നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിച്ചാൽ മതി. ഊബർ ഒരു ദിവസം പോലും ഓടിയിട്ടില്ല എന്ന് ഈ ചെക്കൻ പറഞ്ഞതും, സഫ എന്ന് പറയുന്ന തെറിയാണ് അവൻ പറഞ്ഞത് അവൻ്റെ വായിന്ന്. അവളോട് എൻ്റെ പേര് പലവട്ടം ഇന്റർവ്യൂവിൽ പറയില്ലെന്ന് ഞാൻ നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ലല്ലുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ലല്ലു പറഞ്ഞത്ര അവൾ ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന് പൂർണ്ണ ഉത്തരവാദി
സഫയും ലല്ലുവും നാജിയായിരിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. സഫയും ലല്ലു നാജി ഈ 3 പേര് കാരണമായിരിക്കും എൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? എന്നെ ഈ കള്ളക്കേസിൽ കുടിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി